സെന്റ് മേരീസ് കോൺവെന്റുകൾക്ക് ഈ രീതിയിൽ അനുരണനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ? നമ്മൾ ഒരുപക്ഷെ ഇത്തരം ചർച്ചകളെ പർവ്വതീകരിക്കുന്നത് കൊണ്ടാണോ അവരുടെ ഇത്തരം കോൺസെൻട്രേഷൻ കൂടുതൽ ആ മേഖലയിലേക്ക് അല്ലെങ്കിൽ മതപരിവർത്തനത്തിലേക്ക് പോകുന്നത് എന്നുള്ളൊരു സംശയം. ഗോപാൽ ഗോഡ്സെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ ഇന്റർവ്യൂ ചെയ്ത അനുഭവം പറഞ്ഞു, അത് വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇവിടെ ഇറങ്ങുന്ന അസംഖ്യം ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളും നമുക്ക് സർക്കുലേഷൻ ഉള്ളതല്ല, അവർക്കിടയിൽ പ്രൈവറ്റ് സർക്കുലേഷൻ മാധ്യമക്കാരെ അത് അറിഞ്ഞിരിക്കുന്നു. അതിൽ പറയുന്ന അവരുടെ പ്രവർത്തന രീതി, അതിലവർ അഭിമാനിക്കുന്ന കാര്യങ്ങൾ ഒന്നും ശശികല ടീച്ചർ കൊടുക്കുന്ന കണക്കല്ല. ഞങ്ങൾ ഈ വർഷം ഇത്ര ആളുകളെ മാമോദീസ മുക്കി, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നടത്ത് പ്രവർത്തനം നടത്തുന്നു. ഇപ്പൊ ഞാൻ ഇന്ന് പോലും ഒരു പ്രസിദ്ധീകരണം വായിച്ചു, ഭാരതം ഞങ്ങളുടെ രാജ്യം, നമ്മുടെ ദേശമാണ്, നമുക്ക് ഇറങ്ങാം. ശശികല ടീച്ചർ പറഞ്ഞിട്ടല്ല. അപ്പൊ അവര് തന്നെ അതിൽ അഭിമാനിക്കുന്നു. ഞങ്ങൾ ഇത്ര പേരെ മാറ്റുന്നു, ഞങ്ങൾ ഇത്രയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഇത്രയും പണം വേണം. ഈ കണക്കുകളൊക്കെ ക്രിസ്ത്യൻ മിഷണറി സംഘങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള കണക്കുകൾ ഇസ്ലാമിക സംഘടനകൾ അഭിമാനത്തോടുകൂടി പറയുന്നു. പക്ഷെ ഇവരുടെ രണ്ടു കൂട്ടരുടെയും ഇവർക്ക് എടുക്കാനുള്ള സോഴ്സ് എന്ന് പറയുന്ന ഹൈന്ദവ സമാജമാണ്. പക്ഷെ ഇത് പറയുമ്പോൾ ഈ ഹൈന്ദവ സമൂഹം സ്വയം ലജ്ജിക്കേണ്ട ചില ഘടകങ്ങൾ നിലവിലുണ്ടെന്നൊരു ആരോപണമുണ്ട്. ഒന്നാമത്, ഇപ്പോൾ ഒരു അബൂബക്കറിന് ഹിന്ദു മതത്തിലേക്ക് വരാൻ താല്പര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വെല്ലുവിളി എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈഴവനാകണോ, ഞാൻ നായരാകണോ, ഞാൻ നമ്പൂതിരിയാകണോ, ഞാൻ ക്ഷത്രിയനാകണോ എന്നാണ്. അപ്പോൾ ഇത്തരം ഒരവസ്ഥ ആദ്യം തരണം ചെയ്തതിന് ശേഷം വേണം ഒരു ആവശ്യകത, ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കാൻ. അപ്പോൾ അത്തരം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ഗേറ്റ്സ്, വെദർ ദ ഹിന്ദു സൊസൈറ്റീസ് ഓപ്പൺഡ് എ ഗ്രേറ്റ് ഫോർ എൻട്രൻസ്, അങ്ങനെ ഒരു ഇത് നമ്മൾ തുറന്നു വെച്ചിട്ടില്ല. അത് സത്യമല്ലേ? അല്ല, ഒരു അബൂബക്കറെ പിന്നെ രാമനാക്കുക എന്നുള്ളത് ഹിന്ദു ഐക്യവേദിയുടെ ലക്ഷ്യമല്ല. അബൂബക്കർ ആകട്ടെ, അയാൾ അള്ളാഹുവിനെ ആരാധിക്കട്ടെ, പക്ഷെ ശശികല ടീച്ചറിന് രാമനോട് താല്പര്യം തോന്നി, ശശികല ടീച്ചർ ആരാധിക്കുന്ന രാമനോട് താല്പര്യം തോന്നിയിട്ട് ഒരു അബൂബക്കർ മുന്നോട്ട് വരികയാണ്. എനിക്ക് ഹിന്ദുമതത്തിൽ വന്ന് ഹിന്ദുമത ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി എനിക്ക് ഹിന്ദുമതത്തിന്റെ വേദോപനിഷത്തുകൾ പഠിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടെന്ന് മുന്നോട്ട് വന്നാൽ അദ്ദേഹത്തെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഹിന്ദു ആകാം, ഇനി എന്തെങ്കിലും ഒരു ജാതിയിലും ആക്കാൻ നമ്മുടെ ഇതിൽ നിവൃത്തിയില്ല. ഏതെങ്കിലും ഒന്നായി മാറാൻ സാധിക്കുമെങ്കിൽ ബ്രാഹ്മണൻ മാത്രമേ ആകാൻ കഴിയുള്ളൂ. കർമ്മങ്ങളിലൂടെ ആകാൻ കഴിയുന്നത് ബ്രാഹ്മണൻ മാത്രമേ ഉള്ളൂ. കാരണം അത് ജാതിയല്ല. ബാക്കി മറ്റത് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അത് ജന്മം കൊണ്ടൊരു സമുദായത്തെ സൂചിപ്പിക്കുന്നതല്ലോ, അതിലേക്ക് ഒരാൾക്ക് വരാൻ കഴിയും. അപ്പോ ബ്രാഹ്മണ്യം തന്നെ ഇരിക്കട്ടെ. ബ്രാഹ്മണ്യം ഞാൻ ജാതീയമായ അർത്ഥത്തിലല്ല, ബ്രാഹ്മണ്യം എന്നുള്ള കൃത്യമായ അർത്ഥത്തിലാണ്, ബ്രഹ്മ സങ്കല്പത്തിലേക്ക് തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരാൾ ബ്രാഹ്മണ്യത്തിലേക്ക് വരാൻ തയ്യാറായാൽ ഇവിടെയുള്ള ബ്രാഹ്മണ സമൂഹം അവരെ അൺകണ്ടീഷണലി ഉപാധികളില്ലാതെ സ്വീകരിക്കാറുണ്ടോ? ഒറ്റയ്ക്കും തെറ്റയ്ക്കുള്ള എതിർപ്പുകൾ ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇത്തരം എതിർപ്പുകളെയൊക്കെ അതിജീവിച്ച് കാലഘട്ടത്തിന് അനുയോജ്യമായ മാറ്റങ്ങൾ ഹൈന്ദവ സമാജം വരുത്തിയിട്ടുണ്ട്. ക്ഷേത്രപ്രവേശനം പോലുള്ള ക്ഷേത്രപ്രവേശനം വളരെ പഴകിയ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ തീർച്ചയായിട്ടും ചോദിക്കുന്നു. ഇപ്പോ ടീച്ചർ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. കുട്ടികളെ എങ്ങനെ, പിന്നെ ഞാൻ എവിടെയോ ടീച്ചറിന്റെ പ്രസംഗത്തിൽ കേട്ടിരുന്നു, നമ്മൾ വനാന്തരത്തിൽപ്പെട്ട കുട്ടികളെ കർത്താവിനെ വിളിച്ചാൽ മണ്ണീഷാട്ടാകുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഒരു മാസ് ആയിട്ടുള്ള കുട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹമോ തിരിച്ചു സംഭവിക്കാമല്ലോ. കർത്താവിനെയോ അല്ലെങ്കിൽ അള്ളാഹുവിനെയോ വിളിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം വിളിച്ചു സ്വയം തോന്നി ഇങ്ങോട്ട് വന്നാലും നമുക്കൊരു ഹിന്ദു മതത്തിലേക്ക് സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥ നിലവിലില്ല, എവിടെയും അവസ്ഥ നിലവില്ല. അപ്പൊ അത്തരം കാര്യങ്ങളെ കൊണ്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റം അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് കാലാനുസൃതമായിട്ട് എന്നെ ഒരാൾ തല്ലും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അയാളെ തല്ലുക, അല്ലെങ്കിൽ ആ തല്ല് കിട്ടാതെ നോക്കുക, ഇത് തന്നെയാണല്ലോ കാലാനുസൃതമായ. അപ്പൊ ആ തരത്തിലേക്കുള്ള ആപധർമ്മത്തിലേക്ക് ഹൈന്ദവത ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ പാലിയം വിളംബരം ഹിന്ദു സംഘടനകൾ മുൻകൈയെടുത്ത് സ്വർഗീയ മാധവജിയുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയൊരു പാനീയ വിളംബരം, അതനുസരിച്ച് ജന്മം കൊണ്ടല്ല ബ്രാഹ്മണനെ നിശ്ചയിക്കേണ്ടത്, ആർക്കും പൂജ ചെയ്യാനുള്ള അവകാശമുണ്ട് ആ കർമ്മങ്ങൾ എന്ന് അങ്ങനെ ഒരു വിളംബരം പാസ്സാക്കിച്ചത് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ്. ഹൈന്ദവ സംഘടനകൾ 100% അംഗീകരിച്ചുകൊണ്ട് ആരെയും ബ്രാഹ്മണ്യം ഉൾക്കൊണ്ട ആരെയും പൂജാരികളാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് അംഗീകരിക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സമാജവും തയ്യാറാകും, ഒരു സംശയമില്ല. കാരണം എല്ലാ മാറ്റങ്ങളും മാറ്റത്തിന് വേണ്ടിയുള്ള മാറ്റമാകരുത്, അതൊരാവശ്യമാണെങ്കിൽ ആ എല്ലാ മാറ്റത്തെയും ഉൾക്കൊള്ളാനുള്ള വലിയ മനസ്സ് ഹിന്ദു സമാജത്തിനുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ ക്രിസ്തീയ
ക്രിസ്തീയ സമുദായ വാസ്തവത്തിൽ ടീച്ചർ പറഞ്ഞതുപോലെ സമുദായ അംഗങ്ങൾക്ക് നിർലോഭമായിട്ട് നൽകി വരുന്ന ഫ്രീ പബ്ലിക്കേഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ, ഞാൻ അടുത്ത കാലത്ത് ഒരു ബൈബിള് വേണം, എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു, ആ ബൈബിൾ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യൻ സഹോദരൻ അതിരാവിലെ 6 മണിക്ക് എൻ്റെ വീട്ടിലെത്തിച്ചു തരിക. എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് സൗജന്യമായിട്ട് സാധ്യമല്ല, പണം വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 80 രൂപയാണ് എൻ്റെ കയ്യിൽ മേടിച്ചു. പക്ഷെ നമ്മുടെ ഈ ഹിന്ദു പബ്ലിക്കേഷൻസിലുള്ള ഏതെങ്കിലും ഒരു പുസ്തകം, ഇതുപോലെയുള്ള ഒരു പുസ്തകം, ഒരു മഹാഭാരതം 80 രൂപയ്ക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം എത്രത്തോളമുണ്ട്. പക്ഷെ അത്തരം കർമ്മങ്ങളിലേക്ക് ഹിന്ദു ചിന്താഗതിയുള്ള സംഘടനകളും പിന്നെ പ്രവർത്തകരും അപ്പൊ അത്തരം കാലാനുസൃതമായ മാറ്റങ്ങൾ കൃത്യമായും ഹിന്ദു സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇത് മാറേണ്ടതാണ്. പക്ഷെ ഇതിന് മറ്റൊരു വശം എനിക്ക് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത്, എനിക്കൊരാൾ ഫ്രീ ആയിട്ടൊരു പുസ്തകം തന്നാൽ ഞാൻ വായിക്കണമെങ്കിൽ ഞാൻ അത്രമാത്രം വായനാശീലമുള്ള ആളായിരിക്കണം. അതല്ല എങ്കിൽ ഞാൻ പൈസ ചിലവാക്കി കൊടുത്തത് പൈസ ചിലവാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ വായിക്കും. മിഷൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികൾക്കൊക്കെ ബൈബിള് തരാറുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് പോകുന്നവരൊക്കെ ചെയ്യാറ് കാപ്പിയും പാലും അടച്ചു വെക്കാൻ ആ ബൈബിള് സുഖമായി ഗ്ലാസിന്റെ മുകളിൽ അടച്ചു സുഖമായി വെക്കും. അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടിയാൽ അതുകൊണ്ട് വില കുറച്ച് ഇന്ന് കിട്ടുന്ന പുറമേ ഉള്ളതിൽ നിന്ന് കവിഞ്ഞ് വില കുറച്ച് ആവശ്യക്കാർക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അല്ലാതെ ബൈബിള് വാരി വിതറുന്ന പോലെ, കാരണം അത് പണം ചിലർക്ക് തട്ടാനുള്ള ഒരു ഇടപാടാണ്. ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയില്ല. പണം ഒരു ബൈബിള് തരുന്നതല്ല, ഇത് പണം വരുന്നത് ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ്. ഇവിടെ എത്ര വിതരണം ചെയ്യുന്നു എന്ത് കണക്കോ ഉണ്ടാക്കി അവർക്കുണ്ടാക്കി. അങ്ങനെ ഒരു പണം ഉണ്ടാക്കേണ്ട ആവശ്യം ഹിന്ദു സമാജത്തിനില്ല. ഹിന്ദു സമാജത്തിന് ശ്രദ്ധിക്കാൻ ഹൈന്ദവ സംഘടനകൾക്ക് ഇപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാമ്പത്തിക ചുറ്റുപാടില്ല. ചെയ്യാൻ കഴിയുന്നത് ഗുരുവായൂർ ചുറ്റുപാട് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല? ചുറ്റുപാട് ഉണ്ടാക്കുക. തീർച്ചയായും ഇത്തരം ഒരു അവസ്ഥ ഇപ്പൊ നമ്മള് മെഷീൻ കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരോട് നമുക്ക് അമ്പും വില്ലുമായിട്ട് നേരിടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കാലാനുസൃതമായി മാറിയേ തീരുള്ളൂ. ഇപ്പൊ അവരെ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ അതുപോലെ പിന്തുടരുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ആ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. അതെന്തുകൊണ്ട് അത്തരം അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഹിന്ദു നമ്മുടെ സംഘടനകളിലൊക്കെ ഒരു യുവത്വത്തിന്റെ കുറവ് പൊതുവെ അനുഭവപ്പെടുന്നില്ലേ? പണം ഉണ്ടാക്കാൻ കഴിയാത്തതൊരു പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല, പണം കൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ സജ്ജീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥ ടീച്ചർ തന്നെ ഇപ്പോ ഏറെക്കുറെ കഴിയുന്നില്ലാത്തൊരവസ്ഥയില്ല. കാരണം അതിനേക്കാൾ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നില്ല? അതുകൊണ്ട് മാത്രം ഒരു ധർമ്മം നിലനിൽക്കില്ല. ഇവിടെ കൊടുത്ത ബൈബിളിന്റെ എണ്ണത്തിന്റെ 100-1 ഭാഗം ക്രിസ്ത്യാനികളുണ്ടോ? 100-1 ഭാഗം അവർ വിതരണം ചെയ്ത ബൈബിളുകളുടെ എണ്ണത്തിന്റെ 100-1 ഭാഗം ക്രിസ്ത്യാനിയില്ല. പുസ്തകം വിതരണം ചെയ്യേണ്ടത് ആവശ്യമാണ്, പഠിക്കണം. ആദ്യം ശക്തി ഉണ്ടായിട്ട് അറിവുണ്ടാകും. ഹൈന്ദവ സമാജത്തിന് ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ശക്തിയാണ് എന്നുള്ള ലെവലിലാണ്. ശക്തിയില്ലാത്തവന് ശക്തിയും സമ്പത്തും ഉള്ളവനാണ് അറിവ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഒരുത്തിന് അറിവിലേക്ക് ചെന്നാൽ, ഇപ്പൊ ഞാനൊരു പുസ്തകം വായിക്കുമ്പോ എന്റെ പിന്നെ സമ്പത്ത് വേണം, അറിവിന് അതും വേണം. ഇത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ കഞ്ഞി കുടിക്കാൻ വഴിയില്ലാത്തവനടുത്ത് അവൻ്റെ അടുത്ത് നിങ്ങൾ എന്തെടുത്ത് കൊടുത്താലും അവൻ വായിക്കില്ല, അവൻ എവിടുന്ന കഞ്ഞി കിട്ടുക എന്നാ ചിന്തിക്കുക. അപ്പൊ സമാജത്തിന് ആദ്യം ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു കരുത്ത്, അതിനുശേഷം അവന്റെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടുന്ന ആരുടെയും മുന്നിൽ കൈ നീട്ടാനൊക്കെ, അതിനുശേഷമാണ് ജ്ഞാനയജ്ഞത്തിന് സംഘടനകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റും. വ്യക്തികൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്നിൽ കൂടിയൊക്കെ തന്നെ ഇപ്പൊ ഇവിടെ എല്ലാ ഭാഷയിലും അടിച്ച് വിതരണം ചെയ്യുന്ന ഒരു ഗീത, ഭഗവത്ഗീത, അതിന്റെ ചിത്രകഥയുണ്ട്, ഇതെല്ലാം ഉണ്ട്. കേരളത്തിൽ അത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഹരേ സംസ്ഥാനത്തിന്റെ അല്ലേ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എന്നിലൂടെ അവർ പഠിപ്പിക്കാറുണ്ട്. അവർ 1000-കണക്കിന് കോപ്പി എൻ്റെ കയ്യിൽ കൊണ്ട് തരാറുണ്ട്. പക്ഷെ ഞാനത് അവര് പറയുന്നു എന്നുള്ളത് കൊണ്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഈ കൊടുക്കുന്ന കുട്ടികളൊക്കെ ഗീത വായിക്കും എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാൻ മുമ്പ് എന്ന് പറഞ്ഞവർ വാങ്ങിക്കൊണ്ടുപോകും. പക്ഷെ അവര് വായിക്കണമെങ്കിൽ പറഞ്ഞ പോലെ ശക്തിയുള്ളൊരു സമാജം അവനവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് ഒന്നിച്ചിതിനെ പഠിക്കാൻ തുടങ്ങും. അതല്ലാതെ ഒരു പുസ്തകം കിട്ടിയാൽ അത് ഷോക്കേസിനെ അലങ്കരിക്കുകയുള്ളൂ. അങ്ങനെ ഒറ്റയടിക്ക് വായിച്ച് പഠിക്കാവുന്ന ബൈബിള് പോലെ ഖുർആൻ പോലെ ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളതല്ല ഹൈന്ദവ ധർമ്മം. തീർച്ചയായും അതിന് പഠന ആവശ്യമുണ്ട്. ഒരു പുസ്തകം കിട്ടിയോണ്ട് മാത്രം കാര്യമാകുന്നില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു സംവരണ സിദ്ധാന്തം അല്ലെങ്കിൽ നമ്മുടെ ഒരു സംവരണം, ഒരു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു സംവരണ ശൈലി ജാതീയമായ ഒരു സംവരണ വ്യവസ്ഥ നിലവിലുണ്ട്. അതിനുള്ള
പലവിധ മാറ്റങ്ങൾ പല കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള ചില സംഘടനകൾ വീണ്ടും സാമ്പത്തിക സംവരണം എന്ന ഒരവസ്ഥയിലേക്ക് ഒരു നിർദ്ദേശത്തിലേക്ക് മടങ്ങുന്നുണ്ട്. ശരിയല്ല? അത് ബി.ജെ.പിയോട് ചോദിക്കേണ്ട കാര്യമാണ്. ബി.ജെ.പിയുടെ നയങ്ങൾക്കനുസരിച്ച് അങ്ങനെ സാമ്പത്തിക സംവരണത്തിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സഹായം വേണം എന്നല്ലാതെ ജാതീയമായ സംവരണത്തിനെ പെട്ടെന്ന് തള്ളി പറഞ്ഞുകൊണ്ട് അറിയില്ല. അത് ബി.ജെ.പി ഉത്തരം പറയേണ്ട ഒരു വിഷയമാണ്. അല്ല, ടീച്ചറിന്റെ അഭിപ്രായം എന്താണ്? ഇപ്പോഴത്തെ ഈ സംവരണം വളരെ 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 വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു സംവരണം ശൈലിക്കും കാലികമായ മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ? അത് അർഹമായ കൈകളിൽ വേണ്ട വിധത്തിൽ എത്തിക്കുന്നതിൽ സംവരണം പരാജയപ്പെട്ടു. ബാലഗോകുലം ഒരുപക്ഷെ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ ബാലഗോകുലം. അത് കഴിയുന്നത്രയും കുട്ടികളെ നമ്മൾ അവിടെ എത്തിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരം എന്താണ്, നമ്മുടെ ധർമ്മം എന്താണ്, നമ്മുടെ ആത്മീയത എന്താണ്, ഇത്തരം കാര്യങ്ങൾ അവരിലേക്ക് കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ബാലഗോകുലങ്ങളിലൂടെ നടത്തുന്നത്. ബാലഗോകുലം നടത്താൻ സാധ്യമല്ലാത്ത സ്ഥലങ്ങളിൽ, മറ്റു ക്ഷേത്രങ്ങളിൽ, മതപാഠശാലകൾ നടത്തുന്നു. അപ്പൊ ഇവിടെയും ഇതൊരാവശ്യമാണ് എന്ന് സമാജത്തിന് അറിയാമെങ്കിലും സങ്കുചിതമായ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിനെ എതിർക്കുകയാണ്. ബാലഗോകുലത്തിലൊരു കുട്ടി പോകുമ്പോൾ ആ കുട്ടിയുടെ ധാർമ്മികമായ ഉന്നമനം നടക്കുമെങ്കിലും അവരുടനെ പറയുന്നത് കുട്ടിയെ ബി.ജെ.പി ആക്കാനാണ്, അല്ലെങ്കിൽ കുട്ടിയെ RSS ആക്കാനാണ്. അവിടെ പോകാം, ആർക്കും അതിന്റെ പാഠ്യപദ്ധതി നോക്കാം, ക്ലാസ്സുകളുമായി സഹകരിക്കാം. പക്ഷെ ബാലഗോകുലത്തിന്റെ 7 അയലത്ത് പോകാതെ ഇത് കുട്ടികളെ ക്യാച്ച് ദ യങ് എന്നുള്ള സിദ്ധാന്തം അനുസരിച്ച് പിടിക്കുന്നതാണ് എന്ന് പറഞ്ഞ് വ്യാപകമായി ഇതിനെതിരായ പ്രചരണം നടത്തുമ്പോൾ അവിടെയാണ് നമുക്ക് എല്ലാ കുട്ടികളെ അവിടെ എത്തിക്കാൻ സാധിക്കാത്തത്. ടീച്ചർ US-ലും ലണ്ടനിലും അല്ലെങ്കിൽ ഇപ്പം കേരളത്തിന് പുറത്തുള്ള പ്രവാസി സമൂഹവുമായിട്ട് ധാരാളം മിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിലെയും അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള ഹിന്ദു സമൂഹവുമായിട്ടുള്ള ചിന്താഗതികളിലുള്ള പ്രകടമായ വ്യത്യാസങ്ങളെ കുറിച്ച് അനുസരിച്ച് ഫോർ എക്സാമ്പിൾ ഇവിടെ വരുമ്പോൾ ഇവിടെ കാണുന്ന ഒരു മനുഷ്യ സമൂഹം അല്ലെങ്കിൽ നാട്ടിൽ കാണുന്ന അവർ ആചാരങ്ങളെ എങ്ങനെ പിന്തുടരുന്നു, അവർ നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ ഉത്സവങ്ങളെ എങ്ങനെ ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള പ്രകടമായ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. ടീച്ചർ അത് നിരീക്ഷിച്ചു? എന്നെക്കാൾ നന്നായി പ്രവാസികളുടെ മനസ്സ് നിങ്ങൾക്കറിയും. ഞാൻ കണ്ടുപരിചയുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ചെല്ലുക എന്ന് പറയുമ്പോൾ വീടിനോടുള്ള മമത കൂടുക ചെയ്യുന്നത്. ഇതുപോലെ ഒരു നാട്ടിൽ നിന്ന് അകലുമ്പോൾ അവർക്ക് ആ സംസ്കാരത്തിന്റെ വില കൂടുതൽ ബോധ്യാവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ തരം ഭ്രാന്തമായ ആവേശമാണ്. കാരണം മലയാളം പഠിപ്പിക്കുന്ന കുട്ടികൾ മലയാളത്തിൽ സംസാരിക്കാൻ നിർബന്ധിക്കുന്നു. കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് മലയാളം കുരച്ചരിയുന്നതാണ് ഭംഗി എന്നാണ്. അതെ, അത് കുരച്ചരിഞ്ഞാലേ പറ്റുള്ളൂ. നേരെ മറിച്ച് അവര് മലയാളത്തിൽ സംസാരിക്കാൻ നിർബന്ധിക്കുന്നു. മലയാളം ക്ലാസ്സുകൾ, ഭജന ക്ലാസ്സുകൾ, ഗീതാ ക്ലാസ്സുകൾ, ഇങ്ങനെ അവരുടെ തരം ഭ്രാന്തമായ ആവേശത്തിലാണ് ഇതൊന്നും കൈവിട്ടു പോകാതിരിക്കുന്നത്. കേരളത്തിലെ അത് കയ്യിലുള്ളപ്പോൾ അതിന്റെ വില അറിയുന്നില്ല. അല്ല, ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത് ഈ കേരളത്തിൽ നിന്നും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ ഉത്സവങ്ങളും ഒക്കെ പറന്നു പോവുകയും ഒരു പക്ഷെ മറുനാടൻ മലയാളി ഇതിനെ കൂടുതൽ മാറോടണച്ച് വളരെ വിശ്വാസ പ്രമാണം. അപ്പം ആ വ്യത്യാസം അകന്നു നിൽക്കുമ്പോൾ തോന്നുന്ന, പിന്നെ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പ്രവാസി സമൂഹത്തിന് കേരളത്തിന്റെ സംസ്കാരം നിലനിർത്താനുള്ള ധാർമ്മിക ബാധ്യതയുണ്ട് എന്ന് സ്വയം കരുതിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പോലെ നമുക്ക് തീർച്ചയായും അവരുടെ പ്രവർത്തനങ്ങൾ അതിൽ വളരെ ഗുണം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ടീച്ചർ ഇപ്പൊ കണ്ട സത്രം, നവാഹം സത്രം പോലെയുള്ള ഒരു പരിപാടി മുംബൈ പോലുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ഒരു നന്മ മുംബൈയിൽ നടക്കുന്നില്ല, അമേരിക്കയിൽ നടക്കുന്ന സപ്താഹങ്ങൾ. അവിടെ നമുക്കത് സാധിക്കുന്നു. അവിടെ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ അടുത്ത് അവിടെ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞാൽ അവരിതിന്റെ ആ മഹത്വം മനസ്സിലാക്കിയിട്ടാണ്. ഇപ്പൊ ബാലഗോകുലങ്ങൾക്ക് കേരളത്തിലെ എതിർപ്പുള്ളൂ. ഞാൻ ഇന്ത്യയിലെ മറ്റു പല ഡൽഹിയിൽ നിന്നൊക്കെ ബന്ധപ്പെടാറുണ്ട്. അവിടെ 100 കണക്കിന് കുട്ടികളാണ് ചെല്ലുന്നത്. അവിടെ അവർക്ക് അങ്ങനെ ഒരു വിലക്കില്ല. കാരണം കേരളം വിടുമ്പോൾ അവർക്ക് അതിന്റെ ആവശ്യകത ബോധ്യമാവുന്നു. കേരളത്തിലെ ഒരു എന്തോ ചില സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഇതിനെയൊക്കെ ഉള്ളോണ്ട് വിശ്വസിക്കുന്നില്ലെങ്കിലും പുറമേക്ക് എതിർക്കാൻ നിർബന്ധിതരാകും. ഇപ്പൊ കേരളത്തിലെ ഇന്നത്തെ ഒരു ഭരണ ശൈലി അല്ലെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥ കഴിഞ്ഞ LDF ഗവൺമെന്റിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടുമെന്നുള്ള ഒരു പ്രത്യാശ നിലവിലുണ്ടോ? ഇത് പണ്ട് സമയമുണ്ടോന്ന് എനിക്കല്ല. പണ്ട് ഞങ്ങളൊക്കെ തമാശയ്ക്ക് ഒരു കഥ പറയാറുണ്ട്. പിന്നെ കടത്ത് ഇതില് തോന്നിട്ട് പാലം ഇല്ലാത്ത കാലത്ത് കടത്തുണ്ട്. അപ്പോൾ ഒരു പിന്നെ പ്രായം ചെന്ന ഒരാളാണ്, അതൊരു മുസ്ലിം സഹോദരനാണ്. പണ്ടൊക്കെ നമുക്ക് കഥകളിൽ ആരെയും പറയാമായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു ചെറിയ കുസൃതി എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരത്ത് വെള്ളം ഒടിപ്പിക്കില്ല. മുട്ടോളം വെള്ളത്തിലെത്തി എല്ലാവരോടും ഇറങ്ങിക്കോളാൻ പറയും. അപ്പൊ വേറൊരു കടത്തില്ല.
എല്ലാവരും അവിടെ ഇറങ്ങുമ്പോ പറയും എല്ലാരും പറയും ഇതിൽ തന്നെ പോയേ പറ്റും. അപ്പൊ മുട്ടോളം ഇറങ്ങിയിട്ട് നടന്നു പോകുമ്പോ ഗതികേട്ടിൽ പറയും ഇവൻ ഒരിക്കലും നന്നാവില്ല എന്ന് ശപിച്ചിട്ടാണ് ഇവര് പോവുക. അത് കഴിഞ്ഞ് ഇയാൾക്ക് വാർദ്ധക്യമായപ്പോ പങ്കായ മകന്റെ കൈ കൊടുത്തു. അപ്പൊ മകന്റെ കൈ കൊടുക്കുമ്പോ പറഞ്ഞു ഇജ്ജ് ബാപ്പാന്റെ പേര് നന്നാക്കണം കേട്ടോ എന്ന് പറഞ്ഞു നാടൻ ശൈലിയിൽ. ഇവൻ ഈ പങ്കായം പിടിച്ചിട്ട് ആലോചിച്ചു എല്ലാവരും പ്രാഗ് ഈ ബാപ്പാന്റെ പേരിന് ഞാനെങ്ങനെയാ നന്നാക്കുക, ഈ മുട്ടോളം ഇറക്കി പോകുമ്പോ എല്ലാരും പ്രാഗുകയാണ്, ഇനിയിപ്പോ ഞാനെങ്ങനെയാ നന്നാക്കുക. അവസാനം അവനത് പ്രായോഗികമാക്കി. അവൻ തോണി കുത്താൻ തുടങ്ങിയപ്പോ അരക്കൊപ്പം വെള്ളത്തിലെത്തിയപ്പോ എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു. എന്റെ തോണി ഇതുവരെ പോവുള്ളൂ എന്ന്, ഇവിടെ ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന്. അപ്പൊ എല്ലാവരും അവിടെ ഇറങ്ങി. അരക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി പോകാന്ന് പറഞ്ഞാൽ കൂടുതൽ ഗതികേടാണല്ലോ. അപ്പൊ ഇവരുടെ പറഞ്ഞ എന്താന്നാ ആ നല്ലൊരു ബാപ്പയ്ക്ക് എങ്ങനെ ഒരു കുരുത്തം കെട്ട മകൻ ഉണ്ടായിരുന്നു. അപ്പൊ ബാപ്പാന്റെ കാരണം ബാപ്പ മുട്ടത്തെ വെള്ളത്തിൽ ഇറക്കി വിട്ടിരുന്നുള്ളൂ. ഇവര് മത്സരിക്കരുത്, പരസ്പരം പേര് നന്നാക്കാൻ LDFന്റെ പേര് നന്നാക്കാൻ ഇപ്പൊ UDF പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ ഇവര് കയറി മറ്റൊരു കേരളത്തില് തീർച്ചയായിട്ടും ടീച്ചറിനോട് ചോദിക്കേണ്ട ചോദ്യം അല്ലെങ്കിലും BJPയുടെയൊക്കെ ഒരു അക്കൗണ്ട് കുറിക്കുന്നതിനെ കുറിച്ച് വളരെ വളരെ വർഷങ്ങളായിട്ട് ചർച്ചകൾ ഉണ്ടാകുന്നെങ്കിലും അതൊന്നും സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ചിന്തിച്ചു കാണുമല്ലോ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ? അതോറിറ്റി ആയിട്ടല്ലെങ്കിലും എന്തുകൊണ്ടാണ് BJPക്ക് ഇത്തരം ഒരു അവസ്ഥ? കേരളം പോലെയുള്ള ഒരു BJP തുറക്കാൻ ശ്രമിക്കുന്നതിലുപരി BJP തുറക്കരുത് എന്നുള്ള രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയ ചുറ്റുപാടാണ് കേരളത്തിൽ. പക്ഷെ അതിനെ അതിജീവിക്കണ്ടേ? ഇപ്പൊ MNS പോലെയുള്ള മഹാരാഷ്ട്രയിലെ സംഘടനകൾക്ക് അത് കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് കേരളം പോലെയുള്ള ബൗദ്ധിക സമൂഹം? അവിടുത്തെ പോപ്പുലേഷൻ അവിടെ പിന്നെ ഹിന്ദു തൊട്ടെണ്ണിയാൽ 54% ഉള്ളൂ. ഹിന്ദുക്കളല്ലാതെ ആരെങ്കിലും BJPക്ക് അത് ടീച്ചർ പറയുന്നത് കേരളം. പക്ഷെ ചില ഹിന്ദുവിന് വളരെയേറെ മെജോറിറ്റി ഉള്ള ചില സ്ഥലങ്ങളുണ്ടല്ലോ, തിരുവനന്തപുരം അടക്കമുള്ള നിയോജക മണ്ഡലം. ആ ഹിന്ദുവിനെ മാർക്സിസ്റ്റും കോൺഗ്രസും അവന്റെ വലയത്തിനുള്ളിലാക്കിയിട്ട് ഒരിക്കലും അതപ്പോ BJPയുടെ പിന്നെ നേതൃത്വത്തിന്റെ പരാജയം അല്ലെങ്കിൽ അണികളുടെ പരാജയം തന്നെയല്ലേ? എന്റെ അണികളെ മറ്റൊരാളെ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ സംതിങ് റോങ് വിത്ത് യുവർ ഓർഗനൈസേഷൻ. രാഷ്ട്രീയമായ അഭിപ്രായം കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ അണികളെ ആ വിധത്തിൽ ആകർഷിക്കാൻ കഴിയുന്നില്ലല്ലോ. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഞാൻ പറഞ്ഞത്, ജനിച്ച മുതൽക്ക് കമ്മ്യൂണിസ്റ്റായി കമ്മ്യൂണിസത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പിണങ്ങിയാല് നേരെ കോൺഗ്രസ് കൂടാരത്തിലെത്തുന്നു. അപ്പൊ അവിടെ വ്യക്തമായൊരു ഗൂഢാലോചന. ഇവർക്ക് ഒരിക്കലും കോൺഗ്രസുമായി ഇവർ ഒറ്റപ്പെട്ട് നിന്നാ മതി. ഇപ്പൊ എന്റെ നാട്ടിൽ MR മുരളിയൊക്കെ എനിക്കറിയാം, അദ്ദേഹത്തിന്റെ വീറൊറ്റ പ്രസംഗങ്ങളൊക്കെ കോൺഗ്രസ്സുകാരെ പറ്റി എന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ചു, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തനം നടത്തി. അദ്ദേഹം അല്ലാതെ അപ്പൊ ഇതേമാതിരിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് ഒരാൾ പോകുന്നത്. നേരെ ഇപ്പൊ മറ്റേ അംസയ്ക്ക് ഉദാഹരണമാണ്, TK അംസയ്ക്ക് ഉദാഹരണമാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ചുമതലപ്പെട്ടിരുന്ന ആളായിരുന്നു, അദ്ദേഹം നേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തി. അപ്പൊ ഈ ഒറ്റപ്പെട്ട് നിൽക്കാൻ ഇവര് ഭയക്കുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട് നിന്നാൽ അത് ഇവർക്കെതിരായ ഒരു ശക്തിയായിട്ട് നാളെ വളർന്നു വരും. അപ്പൊ ഈ രണ്ടില് വലയെന്ന് പോയ കുളത്തുനിന്ന് പോയ വലയിൽ ഇവിടെ നിൽക്കാവൂ എന്നുള്ള ബോധപൂർവമായൊരു ആസൂത്രണം അവിടുത്തെ രാഷ്ട്രീയ അടുത്ത കാലത്തൊന്നും അതിനൊരു മറുമരുന്നില്ല. കാരണം ഒന്നിച്ച് അത് പറയാൻ പറ്റില്ല. ചിലപ്പോ ഇന്നാകാം, ചിലപ്പോ കുറച്ച് കഴിഞ്ഞാകാം. മനുഷ്യരുടെ മനസ്സ് ചിലപ്പോൾ മാറുന്ന ഒറ്റ സുപ്രഭാതത്തിലായിരിക്കാം. ഇപ്പൊ കർണാടക പോലൊരു സംസ്ഥാനത്തില് മാറി ചിന്തിക്കാമെങ്കിൽ അതിനേക്കാൾ എത്രയോ പെട്ടെന്ന് കേരളത്തിൽ മാറി ചിന്തിക്കാം. ടീച്ചർ വളരെ 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 വ്യത്യസ്തമായ വിഷയങ്ങളിൽ നമ്മൾ ധാരാളം ചർച്ച ചെയ്തു. ഞങ്ങൾക്ക് പ്രവാസി സമൂഹത്തിന് വളരെയേറെ സന്തോഷവും. ഒരുപാട് നന്ദി.